എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 18-ന്റെ 20 മുതൽ 24 വരെ. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ല് എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞ് പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനി കാണുകയില്ല. തിരികല്ലിൻ്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കയില്ല. വിളക്കിൻ്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല. മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതം പുതിയ പ്രതീക്ഷയും കരുത്തും നമുക്ക് നൽകുന്നു. അതോടൊപ്പം ദൈവവചന ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇന്നത്തെ പകലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ വായിച്ച വേദഭാഗം ഒരു ശക്തമായ ദൈവിക മുന്നറിയിപ്പ് അല്ലെങ്കിൽ ദൈവിക നിലപാടുകളോട് എതിർത്ത് നിന്ന നഗരത്തിന് സംഭവിച്ച നാശം കണ്ട് സന്തോഷിക്കാനുള്ള ആഹ്വാനം നൽകുകയാണ്. ആരുടെയെങ്കിലും നാശം കണ്ട് സന്തോഷിക്കണം എന്ന് സാധാരണഗതിയിൽ ആരും നമ്മളോട് പറയാറില്ല. എന്നാൽ ബാബിലോണിൻ്റെ നാശം അത് കണ്ട് സന്തോഷിക്കാൻ പറയുന്നു. വളരെയധികം പ്രതീകാത്മകമായ വാക്കുകളാണ് യോഹന്നാൻ ഇവിടെ നൽകുന്നത്. സഭയോടും ദൈവജനത്തോടും റോമ ഗവൺമെൻറ് പുലർത്തി വന്ന പീഡനാത്മകമായ മനോഭാവം, അതിന് എതിരായ ദൈവിക ന്യായവിധിയുടെ അനന്തരഫലം, അതാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മഹാനഗരം കൊട്ടാരങ്ങളും അവരുടെയും വ്യാപാരികളുടെയും പണിശാലകളും പാണ്ഡികശാലകളും മാത്രം അല്ല. അവിടം കലയുടെയും സംസ്കാരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനുഷ്യതയുടെ സാക്ഷാത്കാരത്തിൻ്റെയും ഒക്കെ സ്ഥാനം കൂടെയാണ്. അവിടെ കിന്നര വായനക്കാരുടെയും സംഗീതക്കാരുടെയും മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരുടെയും ശബ്ദം കേൾക്കുന്നുണ്ട്. എല്ലാത്തരം കരകൗശല പ്രവൃത്തികളുടെയും മനോഹരമായ ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യയുടെ അത്ഭുതങ്ങളും അവിടെയുണ്ട്. സർവത്ര ജീവൻ തുടിക്കുന്ന നഗരത്തിൻ്റെ തിരികല്ലിൻ്റെ ശബ്ദവും ദീപങ്ങളുടെ പ്രഭയും നവവധൂവരന്മാരുടെ സ്വരവും സദാ കേൾക്കുന്ന ഇടമായിരുന്നു ഈ മഹാനഗരം. അധികാരമോഹികളെയും ദുരാഗ്രഹികളെയും മാത്രമല്ല, കലയുടെയും മനുഷ്യ നേട്ടങ്ങളുടെയും സൗന്ദര്യം കാംക്ഷിക്കുന്നവരെയും മഹാനഗരം അതിൻ്റെ മഹിമയിൽ നൂറ്റാണ്ടുകളായി ആകർഷിച്ചു പോന്ന ചരിത്രവുമുണ്ട്. എന്നാൽ ശക്തനായ ഒരു ദൂതൻ
മഹാനഗരമായ ബാബിലോണിൻ്റെ അന്തം വിളിച്ചറിയിക്കുന്നു. അതിൽ ഇനി കാണാൻ പോകുന്നത് മേലാൽ ഒന്നുമില്ലായ്മ മാത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇതിൻ്റെ സൂചനയാണ്. അതാണ് ദൈവത്തിൻ്റെ ന്യായവിധി. നമ്മൾ വായിച്ച 20-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ വ്യാജ്യാർത്ഥം അവളിൽ നിന്നുള്ള നിങ്ങളുടെ ന്യായവിധിയെ ദൈവം വിധിച്ചിരിക്കുന്നു എന്നാണ്. ദൈവം അവൾക്കെതിരായി നിനക്ക് ന്യായവിധി നടത്തിയിരിക്കുന്നു. അവൾ നിന്റെ മേൽ നടത്തിയ ന്യായവിധി ദൈവം അവളുടെ മേൽ അടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു തർജ്ജിമ RSVയിലുണ്ട്. ദ്രോഹികളായ സാക്ഷികളുടെ സാക്ഷ്യം മൂലമാണ് രക്തസാക്ഷികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. ഇന്ന് അവരുടെ രക്തം ബാബിലോണിനോട് ചോദിക്കുകയാണ്. അത് ദൈവത്തോടൊത്തുള്ള വിശുദ്ധന്മാരുടെ ഭരണത്തിൽ അവർ ബാബിലോണിൻ്റെ മേൽ നടത്തിയ ന്യായവിധി ദൈവം ശരിവെച്ചു കൊടുത്തതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ദൈവജനത്തെ പീഡിപ്പിക്കുകയും അവരുടെ നാശം കാണാൻ പ്രവർത്തിക്കുകയും ചെയ്തവരോട് ചരിത്രത്തിൽ ദൈവം എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും സ്വർഗവും വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഈ ന്യായവിധിയിൽ കരയാനല്ല, സന്തോഷിക്കാനാണ് ആഹ്വാനം. ഈ മഹാനഗരത്തിൻ്റെ മഹിമയും സൗന്ദര്യവും മാമോൻ്റെ ശക്തിയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്കറിയാം. കാരണം നിന്റെ വ്യാപാരികൾ മന്ത്രവാദത്തിലും ചതിയിലും രക്തച്ചൊരിച്ചിലും ഭൂമിയിലെ വലിയവരായിരുന്നു. അവളിൽ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ കൊല്ലപ്പെട്ട എല്ലാവരുടെയും രക്തം കാണപ്പെട്ടു. മഹാനഗരത്തിൻ്റെ തെരുവുകളിലൂടെ നാം നടക്കുമ്പോൾ അത് ആസ്വദിക്കാനും അതിൽ ഉൾച്ചേരുവാനും അങ്ങനെ അതിൻ്റെ അടിത്തറയായ രക്തച്ചൊരിച്ചിൽ മറന്നുപോകാനും പ്രലോഭനമുണ്ടാകും. അതിനെക്കുറിച്ച് ഒരു വാദഗതി ഇപ്രകാരമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ബഹുരാഷ്ട്ര കുത്തകകളുടെ പ്രവർത്തന രീതി ചിലപ്പോൾ നികൃഷ്ടമാണെന്നും മുതലാളിത്ത വ്യവസ്ഥയിലെ ചില സംഗതികൾ നിരൂപണം അർഹിക്കുന്നുണ്ട് എന്നും സമ്മതിക്കണം. എങ്കിലും അത് എന്ത് സമൃദ്ധിയും ഉന്നതിയുമാണ് നേടിയിരിക്കുന്നത്. ഗുരുതരമായ തെറ്റുകൾ ലോകത്തോട് ചെയ്തിട്ടുള്ള പല രാജ്യങ്ങളും ഒടുവിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഗുരുതരമായ തെറ്റുകൾ മറ്റ് മനുഷ്യരോടും രാഷ്ട്രങ്ങളോടും കാണിച്ച ഭരണാധിപന്മാർ അതിന് പകരം നൽകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹാന്യായവിധിയുടെ മുൻപാകെ എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല എന്ന ശക്തമായ മുന്നറിയിപ്പ് യോഹന്നാൻ തൻ്റെ ദർശനത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. കാലികമായ ഇന്നത്തെ സാഹചര്യത്തിലും ദൈവഭാഗത്ത് ഉറച്ചു നിൽക്കുന്നത്, ദൈവജനത്തിൻ്റെ നിലപാടുകളോട് യോജിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടും സ്വർഗം സന്തോഷിക്കുന്ന കാര്യമാണ് എന്നും മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുൻപിൽ മനുഷ്യൻ്റെ അഹങ്കാരവും മനുഷ്യൻ്റെ ചില നിഗളങ്ങളും ഒന്നും വിലപ്പോകില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യ സംസ്കാരത്തിൻ്റെ കേന്ദ്രത്തിൽ ഒളിച്ചിരിക്കുന്ന അക്രമത്തെ ചെറുത്ത് ആക്രമിക്കാനും ഭൂമിയിൽ നിഹിതന്മാരുടെ എല്ലാം കാര്യം ഏറ്റെടുക്കാനും കൊല്ലപ്പെട്ട കുഞ്ഞാട് തന്നെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. മനുഷ്യ സംസ്കാരത്തിൻ്റെ നിധികളെ ദൈവം പരിഗണിക്കുന്നില്ല എന്ന് അതിനർത്ഥമില്ല.
വെളിപ്പാട് പുസ്തകം 21:24 കാണുന്നത് പോലെ അവ ദൈവത്തിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ ദൈവ നഗരത്തിൽ കൊണ്ടുവരും. എന്നാൽ മറ്റെല്ലാം എന്ന പോലെ സംസ്കാരവും ന്യായവിധിയുടെ തീയിൽ ശുദ്ധീകരിക്കപ്പെടണം. പുതിയൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സന്നദ്ധത ഉണ്ടാവണം. ദൈവിക ഭാഗത്ത് നിലനിന്ന് ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ സന്ദേശം പീഡിപ്പിക്കപ്പെട്ട സഭയ്ക്ക് നൽകുന്ന ആശ്വാസമാണ്, പ്രത്യാശയാണ്. പീഡിപ്പിക്കപ്പെടുന്നവർ, പീഡനം അനുഭവിക്കുന്നവർക്ക് ഒരു വലിയ ഉദ്ധാരണം ദൈവം തമ്പുരാൻ നൽകും. പീഡിപ്പിക്കുന്നവർക്ക് വലിയൊരു ദൈവിക ന്യായവിധി ഉണ്ടാകും എന്നത് വളരെ സ്പഷ്ടമായി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ആയുസ്സിനോട് കൂട്ടിച്ചേർത്ത ദൈവത്തിന് സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായി വിശ്രമത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ മനസ്സുകൾ പതറിപ്പോകാതെയും ഞങ്ങളുടെ ചുവടുകൾ ഇടറിപ്പോകാതെയും കാത്തുകൊള്ളണമേ. ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ന്യായമായ താല്പര്യങ്ങളെയും ദൈവം തമ്പുരാൻ മാനിക്കണമേ. വഴികൾ അടഞ്ഞു പോകാതെ സൂക്ഷിച്ചു കൊള്ളണമേ. യാത്രകളിലായിരിക്കുന്നവർക്ക് സുരക്ഷിതത്വം നൽകണമേ. ഉത്തരവാദിത്വ നിർവഹണ വേളകളിൽ ഇരിക്കുന്നവർക്ക് കർത്താവെ വിശ്വസ്തത നൽകണമേ. പലവിധമായ ആവശ്യഭാരത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നവർക്ക് കരുണയുടെ വാതിൽ തുറന്നു കൊടുക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, അങ്ങനെ ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങളോടെ കടന്നു വരുന്ന എല്ലാവരെയും ദൈവം അംഗീകരിച്ചുകൊള്ളണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നമ്മെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.